ചേർത്തലയിൽ പ്രസവശേഷം കുഞ്ഞിനെ മറവ് ചെയ്ത കേസിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ എന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും അറിയാൻ കഴിയുക. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാസം തികയാതെ പ്രസവിച്ചതുകൊണ്ടാണ് കുട്ടി മരിച്ചതെന്നാണ് യുവതിയുടെ മൊഴി. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഷാജഹാൻ, ഈ കുഞ്ഞിനെ കുഴിച്ചിട്ടത് മരിച്ചതിന് ശേഷമാണോ, ഇത് ഇവർ കൊലപ്പെടുത്തിയാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത്. ഇപ്പോൾ ഈ രണ്ടുപേരെയും, സുഹൃത്തിനെയും ഈ യുവതിയെയും റിമാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി കൂടുതൽ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണോ ഇങ്ങനെ മറവ് ചെയ്തതെന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുക. എന്താണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയെന്നും അറിയാൻ കഴിഞ്ഞു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? സിജോ, ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കും. അതിനുശേഷമായിരിക്കും ഈ കുട്ടിയുടെ മരണത്തിന്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമാകുകയുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിൽ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി 2 പേരെ റിമാൻഡ് ചെയ്തു. ഈ പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്, അതുകൊണ്ട് തന്നെ പോലീസ് നിരീക്ഷണത്തിലാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞ് മരണപ്പെട്ടത് മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ് നിലവിൽ കുട്ടിയുടെ മാതാവ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുകയുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രാഥമിക വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതിനുശേഷം ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുക. ഷാജഹാൻ, ഈ 3 പേർക്ക് മാത്രം, അതായത് യുവതിയുടെ സുഹൃത്ത്, ഈ സുഹൃത്തിന്റെ സുഹൃത്ത്, ഈ 3 പേർ മാത്രമേ ഈ കൃത്യത്തിൽ പങ്കാളികളെ, ഇവർക്ക് മാത്രമേ അറിയാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടല്ലോ. പോലീസ് അക്കാര്യം ഉറപ്പിക്കുന്നുണ്ടല്ലോ. മറ്റ് പലരെയും പോലീസ് ഇതിനിടയിൽ തന്നെ ചോദ്യം ചെയ്തു. പക്ഷേ ഇപ്പോഴും ഈ 3 പേരിൽ തന്നെയാണ് കേസ് നിൽക്കുന്നത്. മറ്റു പലരെയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അവർക്കൊന്നും ഒരു പങ്കിലാണ് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഈ കുട്ടി മരണപ്പെട്ട് മറവ് ചെയ്ത വിഷയത്തിൽ 3 പേരെ മാത്രമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷാജഹാൻ, ഈ യുവതിയും സുഹൃത്തും രാജസ്ഥാനിലോ മറ്റോ ഒരുമിച്ച് താമസിക്കുക, ജോലി ചെയ്യുകയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ യുവതിയുടെ വീട്ടുകാർ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. യുവതി അടുത്ത കാലത്താണോ വീട്ടിലേക്ക് മടങ്ങി വന്നത്? വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ചൊന്നും അറിവില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് വീട്ടുകാരുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 പേരും പുറത്ത് കേരളത്തിന് വെളിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിന് അവിടെ വെച്ചുള്ള പരിചയമാണ് ഇത്തരത്തിലൊരു ബന്ധത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ള വിവരം പോലും തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഈ പയ്യൻ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകൂ. ശരി, ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.